നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ത്യയിലെ ഹയർ സെക്കൻഡറി ലെവൽ വരെയുള്ള വിദ്യാഭ്യാസം ഓഫർ ചെയ്യുന്ന ഒട്ടനവധി ബോർഡുകളുണ്ട്. കേരളത്തിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി ബോർഡുണ്ട്. അതുപോലെ ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായ ഹയർ സെക്കൻഡറി ബോർഡുണ്ട്. ICSE ഉണ്ട്. അങ്ങനത്തെ പല ബോർഡുകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന ഒരു ബോർഡ് തന്നെയാണ് CBSE അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ CBSEയിൽ ഏതാണ്ട് 212 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല തസ്തികകളിലായിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് പല തരത്തിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി +2 കഴിഞ്ഞവർക്കുള്ളതും ഡിഗ്രി കഴിഞ്ഞവർക്കും ഉള്ള അവസരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നാഷണൽ വൈഡ് അല്ലെങ്കിൽ നേഷൻ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദേശീയ തലത്തിൽ തന്നെ ഒട്ടനവധി CBSE ഓഫീസുകളിലായിട്ടാണ് ഈ അവസരങ്ങളുള്ളത്. അപ്പോൾ ഈ 212 ഓപ്പർച്യൂണിറ്റീസ് CBSEയിലുള്ളത് ഏതൊക്കെ തസ്തികകളിലാണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, ഏതൊക്കെ സ്കിൽസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയായിരിക്കും ഡെസിഗ്നേഷൻ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, രീതികൾ എല്ലാം ഞാനത് അതിൽ പറയും ഡീറ്റെയിൽഡ് ആയിട്ട്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ, എഡ്യൂക്കേഷണൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ബോർഡാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് എങ്കിലും ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർക്ക് ഓഫീസുകൾ, ആസ്ഥാനം, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം അവിടെ അങ്ങനെയുള്ള പല മേഖലകളിലായിട്ടും ഡൽഹിയിലുള്ളതുമായ ഓഫീസുകളിലേക്കാണ് ഇവർ ഈ 212 ഓപ്പർച്യൂണിറ്റീസ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ +2കാർക്കും ഡിഗ്രിക്കാർക്കും ഉള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ അവസരങ്ങളായി നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം എന്തൊക്കെ അവസരങ്ങളാണുള്ളത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ആദ്യത്തെ അവസരം ഓഫീസ് സൂപ്രണ്ട് അവസരങ്ങളാണ്. അപ്പോൾ ഒരു സൂപ്രണ്ട് അവസരം എന്ന് പറയുമ്പോൾ അതിനകത്ത് 142 ഒഴിവുകൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ ജനറൽ കാറ്റഗറിയിൽ 59, SC കാറ്റഗറി 21, ST കാറ്റഗറി 10, അതുപോലെ OBC കാറ്റഗറിയിൽ 38 എന്നുള്ള രീതിയിലാണ് ഇവർ അനൗൺസ് ചെയ്തേക്കുന്നത്. ഇനിയും ഇതിൻ്റെ ശമ്പള സ്കെയില് ലെവൽ 6 ശമ്പള സ്കെയിൽ അനുസരിച്ചാണ് ഇവർ ഈ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇത് ക്വാളിഫിക്കേഷൻ ഇവർ പറയുന്നത് ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഈക്വലൻസി. അപ്പോൾ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് BSc ആകാം, BA ആകാം, BCom ആകാം, അതും അല്ലെങ്കിൽ BTech പോലുള്ള ഏതെങ്കിലും ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ ഡിഗ്രി ഈക്വലൻസി ഉള്ള ഏതെങ്കിലും പ്രോഗ്രാം ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഒരു പ്രത്യേകം പറയുന്നത്, മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ MS ഓഫീസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ, അതായത് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായി സാധാരണ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിലൊക്കെ ഒരു മിനിമം ഐഡിയ വേണം. അതായത് കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെയുള്ള അറിവ് വേണം. ഒരു കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ അറിവല്ല ഉദ്ദേശിക്കുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് ഉപയോഗിക്കാൻ അറിയണം. അതുപോലെ തന്നെ ഒരു വേർഡും എക്സലും ഒക്കെ ഒന്ന് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 35 വാക്കുകൾ മിനിറ്റിൽ, അതും അല്ലെങ്കിൽ ഹിന്ദിയിൽ 30 വാക്ക് മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള ടൈപ്പിംഗ് വേഗതയും ഉണ്ടായിരിക്കണം. 30 വയസ്സ് ഏജ് ലിമിറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ മിനിമം എലിജിബിലിറ്റിയാണ് ഇവർ ശരിക്കും പറഞ്ഞിട്ടുള്ളത്. എനി ഡിഗ്രി ക്യാൻ അപ്ലൈ. കാരണം അടിസ്ഥാന കമ്പ്യൂട്ടർ നോളജ് ഒരുമാതിരിപ്പെട്ട ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന വിൻഡോസ് ഉപയോഗിക്കാനും ഒരു വേർഡും എക്സലും ഒക്കെ ബേസിക്കലി ഒന്ന് ടൈപ്പ് ചെയ്യാനും 35 വാക്കുകൾ ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള വേഗത ഇല്ല ടൈപ്പ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് കരുതണ്ട. അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയും, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഓഫീസ് സൂപ്രണ്ട് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ്. അതുകൊണ്ട് അത് നമുക്ക് ട്രൈ ചെയ്യാം നിങ്ങളിൽ ഈ വീഡിയോ കാണുന്നതിൽ ബഹുഭൂരിപക്ഷത്തിനും. അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ജൂനിയർ അസിസ്റ്റൻ്റ് ഓപ്പർച്യൂണിറ്റി 70 എണ്ണമുണ്ട്. അതിൻ്റെ ഓരോ ഡീറ്റെയിൽഡ്, അതായത് ജനറൽ കാറ്റഗറി, SC ST ഒക്കെ നോട്ടിഫിക്കേഷൻ നോക്കി തന്നെ ഒന്ന് മനസ്സിലാക്കുക. ജനറൽ കാറ്റഗറിയിൽ 5, SC 9, ST 9, OBC അതർ കാറ്റഗറി 34, അങ്ങനെയൊക്കെയാണ് അവർ ആപ്ലിക്കേഷനിൽ പറയുന്നത്. ഏതായാലും ലെവൽ 2 ശമ്പള സ്കെയിലിലുള്ള ഒരു പ്രൊഫൈലാണ് ഈ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് യോഗ്യത പറയുന്നത് +2 ആണ് കേട്ടോ, അല്ലെങ്കിൽ +2വിനുള്ള ഈക്വലൻ്റ് +2വിന് തുല്യമായിട്ടുള്ള യോഗ്യതയും +2 യോഗ്യതയും പരിഗണിക്കും. അതിനകത്തും ഇംഗ്ലീഷിൽ 35 വേർഡ് ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം, ഹിന്ദിയിൽ 30 വേർഡ് ടൈപ്പ് ചെയ്യാൻ പറ്റണം, പ്രായം 27 കിടക്കരുത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഉയർന്ന പ്രായപരിധി 27 എന്ന് പറയുമ്പം അതിനകത്ത് വനിതകൾക്ക്
10 വർഷത്തെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. OBC സിമിലർ വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വനിതകൾക്ക് 10 വർഷത്തെ ഇളവുണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് 27 എന്നുള്ളതിൽ നിന്നും 37 വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ സൂപ്രണ്ട് തസ്തികയിലേക്ക് ആദ്യം ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൽ സെലക്ട് ആകുന്നവർക്ക് ഒരു ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് രണ്ടാമത്തെ ഒരു പരീക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ റീസണിങ്, ലോജിക്ക് പോലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ഒരു ഒബ്ജക്റ്റീവ് എക്സാമും ഉണ്ടായിരിക്കും. ആദ്യത്തെ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യുന്നവർക്ക് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ടാവും, ടൈപ്പിംഗ് സ്പീഡ് പരിശോധിക്കാനായിട്ടുള്ള ഒരു എക്സാമും ഉണ്ടായിരിക്കും. അതേസമയം ജൂനിയർ അസിസ്റ്റൻറ്റിനകത്ത് ഒരു പ്രൈമറി ലെവൽ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ആ ടൈപ്പ് സ്പീഡ് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റ് മാത്രം. ഈ 2 ലെവൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഈ സൂപ്രണ്ട് തസ്തികയിലേക്ക് ആ പ്രൊഫൈലിലേക്കുള്ള പരീക്ഷയ്ക്ക് ഏകദേശം 3 മണിക്കൂർ സമയമുള്ളൊരു പരീക്ഷയായിരിക്കും. അതിൽ 450 മാർക്കായിരിക്കും ഉള്ളത്. 50 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ 50 ചോദ്യങ്ങൾ, 450 മാർക്ക്, 3 മണിക്കൂർ. ആ ഒരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ഘട്ടം പരീക്ഷ വരുമ്പോഴത്തേക്കും അതിൽ 300 മാർക്ക് ഒബ്ജക്റ്റീവ് പരീക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർക്കുക. അത് 3 മണിക്കൂറായിരിക്കും സമയമുള്ളത്. ആ ഒരു പാറ്റേണിലുള്ള പരീക്ഷയായിരിക്കും ഇവർ നടത്തുന്നത്. ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു പ്രൊഫൈലിലേക്ക് 300 മാർക്കുള്ള 2 മണിക്കൂർ സമയമുള്ള ഒരു പരീക്ഷയായിരിക്കും ഉണ്ടാകുക. അതിനുശേഷം ടൈപ്പിംഗ് സ്പീഡ് പരിശോധിക്കുന്നതിനുള്ള ഒരു ടെസ്റ്റും കൂടി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജനുവരി 30 അപ്പോൾ ജനുവരി 30 ഉള്ളിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ട് മനസ്സിലാക്കിയ ശേഷം ജനുവരി 30 ഒന്ന് അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാവുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലൂടെ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എല്ലാ ദിവസവും ഒന്നിലധികം വീഡിയോസ് ഇത്തരത്തിൽ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, കരിയർ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട്, അതുമല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഡിഗ്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്ന, എല്ലാ +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്ന അവസരങ്ങൾ CBSE ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.